ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് IT എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സൈബർ ഇടത്തിൻ്റെ, അതായത് സൈബർ സ്പേസിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ സ്കൂൾ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻപുട്ട് ചെയ്യുന്ന രണ്ട് സംഖ്യകൾ താരതമ്യം ചെയ്ത് അവയിൽ വലുതേത് അല്ലെങ്കിൽ അവ തുല്യമാണോ എന്ന് പ്രസ്താവിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ട ശരിയായ നിർദ്ദേശം എന്താണ്? ഓപ്ഷൻ സി. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ഒരു വര നിർമ്മിക്കുന്നതിന് താഴെ നൽകിയ സമവാക്യങ്ങളിൽ യോജിച്ചവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, x + y = 2. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, y = 2x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ, ഹാർഡ്വെയറുമായി സംവദിക്കുന്ന ഭാഗമാണ് കേർണൽ. ഇത് ശരിയായ ആൻസറാണ്. അതുപോലെ തന്നെ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നത് ഷെല്ലിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ചിത്രം 1ൻ്റെ പകർപ്പ് എടുത്താണ് ചിത്രം 2വിലെ പാറ്റേൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ 1ൻ്റെ പാറ്റേൺ എടുത്താണ് 2വിലെ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. പകർപ്പ് എടുക്കുന്നതിനായി ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, Ctrl+D-യും ഓപ്ഷൻ ഡി, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൺസിൽ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ ബി, ട്യൂണിംഗ് ഉപയോഗിച്ച് കീ ഫ്രെയിമുകൾക്കിടയിൽ ആവശ്യമായ ഫ്രെയിമുകൾ കൂട്ടിച്ചേർക്കാം. ട്യൂണിംഗ് ഉപയോഗിച്ച് കീ ഫ്രെയിമുകൾക്കിടയിൽ ആവശ്യമായ ഫ്രെയിമുകൾ കൂട്ടിച്ചേർക്കാം. അതുപോലെ തന്നെ സി, ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ആൻസർ. പൊസിഷൻ, സ്കെയില്, റൊട്ടേഷൻ എന്നിവയെ അടിസ്ഥാനമാക്കി ട്യൂണിംഗ് അനിമേഷൻ തയ്യാറാക്കാം. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരസ്പര ബന്ധമുള്ള പട്ടികകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്കാവശ്യമായ വിവരങ്ങൾ കണ്ടെത്തി നൽകാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ എസ്ക്യുലേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടികയിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSൽ തയ്യാറാക്കിയ പ്ലെയർ ടേബിളിൽ നിന്ന് 500-ൽ കൂടുതൽ ഗോൾ നേടിയ എല്ലാ കളിക്കാരുടെയും പേര് ലഭിക്കാനുള്ള SQL സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സെലക്ട് player_name from പ്ലെയർ. അതായത് പ്ലെയർ ടേബിളേത്തായതുകൊണ്ട് പ്ലെയർ എന്ന് കൊടുക്കണം. വേർ ടോട്ടൽ ഗോൾസ് 500-ൽ കൂടുതൽ ഗോൾ നേടിയ ആൾ
കൂടുതൽ ഗോൾ നേടിയ എല്ലാ കളിക്കാരുടെയും പേര് ലഭിക്കുന്നതിനുള്ള SQL സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലെ നിരീക്ഷണ ദിവസം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ ബി, ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലെ ഡേറ്റ് ആൻഡ് ടൈം ക്രമീകരിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം ഉണ്ടാവും. F5 ആണ്. F5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൺസിലെ ഏത് റൂമിൽ നിന്നാണ് നിലവിലെ ഒബ്ജക്റ്റുകളുടെ സ്ഥാനം, ഭ്രമണം, വലുപ്പം എന്നിവ അനിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, അനിമേഷൻ റൂം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൺസിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന രീതിയിൽ റെൻഡർ ചെയ്ത ഫയൽ ഏത് ഫോൾഡറിലായിരിക്കും ഡീഫാൾട്ടായി സേവ് ആവുക? ആൻസർ ഓപ്ഷൻ എ, വീഡിയോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സോഴ്സ് കോഡ് ഓപ്പൺ ആയതിനാൽ സോഫ്റ്റ്വെയറിലെ പിശകുകൾ ആർക്കും വേഗത്തിൽ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ മാറ്റം വരുത്തിയാലും അവ അതേ ലൈസൻസിൽ തന്നെ വിതരണം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തിയ ഭാഗങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് എടുക്കാം എന്നത് തെറ്റാണ്. നെക്സ്റ്റ്. ഓർഡിനോ യുനോയിലെ ഡിജിറ്റൽ പിൻ 13-ൽ ഒരു LED കണക്ട് ചെയ്തിരിക്കുന്നു. ചിത്രം 1, ചിത്രം 2-ൽ തന്നിരിക്കുന്ന കോഡ് ബ്ലോക്ക് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, LED പ്രകാശിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡിനോ യുനോയിലെ ഏതെല്ലാം ഡിജിറ്റൽ പിന്നുകൾക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, PWMൻ്റെ പൂർണ്ണരൂപം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നതാണ്, ഔട്ട്പുട്ട് നൽകാൻ കഴിയും? ഓർഡിനോ യുനോയിലെ ഏതെല്ലാം ഡിജിറ്റൽ പിന്നുകൾക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഔട്ട്പുട്ട് നൽകാൻ കഴിയും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിൽഡ ചിഹ്നം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഡിജിറ്റൽ പിന്നുകളാണവ. അത് 3, 5, 6, 9, 10, 11 എന്നെഴുതിയ പിന്നുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെബ് പേജ് ഡിസൈനിങ്ങിൽ ക്ലോസിംഗ് ടാഗും ഉള്ളടക്കവും ഇല്ലാത്ത എലമെൻറ്റുകൾ ഏവ?
ഇതിൻ്റെ ആൻസർ ബി ആറും എച്ച് ആറും. ബി ആറും എച്ച് ആറും. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമുകളിൽ ശരിയായ വേരിയബിളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സിയും അതുപോലെ തന്നെ ഓപ്ഷൻ ഇയും. ഇവിടെ അണ്ടർസ്കോർ ശരിയായ രീതിയാണ്. അണ്ടർസ്കോർ, ടോട്ടൽ അണ്ടർസ്കോർ മാർക്ക്. അപ്പോൾ പൈത്തണിൽ ഉപയോഗിക്കുമ്പോൾ ഓരോ ചിഹ്നവും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് പുതിയൊരു പതിപ്പ് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി പ്രസ്തുത ആപ്ലിക്കേഷനെ സംബന്ധിച്ച് താഴെ നൽകിയ ഏത് സംഗതിയാണ് ആവശ്യം വേണ്ടത്? ഓപ്ഷൻ ബി സോഴ്സ് കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്നു ബാഷ് എന്നതിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ഗ്നു ബാഷ് എന്നത് ലിനക്സ് ഷെൽ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ്, സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? നിരീക്ഷണ സ്ഥലം. ഓപ്ഷൻ എ ലൊക്കേഷൻ വിൻഡോ. നെക്സ്റ്റ്, ഇങ്ക്സ്കേപ്പിൽ ഒരു കമ്പനിയുടെ ലോഗോ തയ്യാറാക്കിയപ്പോൾ അക്ഷരങ്ങൾ ചിത്രത്തിൻ്റെ അടിയിലായിപ്പോയി. അക്ഷരങ്ങൾ ചിത്രം 2ലേതുപോലെ ക്രമീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി അക്ഷരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം പേജ് അപ്പ് അമർത്തുക. അപ്പോൾ ടെക്സ്റ്റ് മുകളിലേക്ക് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ക്സ്കേപ്പിൽ വരച്ച ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചിത്രം 2ലേതുപോലെ നിഴൽ നൽകാനായി ഒന്നാമത്തെ ചിത്രത്തിലുള്ള കറുത്ത ഭാഗത്ത് ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ചാണ് മാറ്റം വരുത്തേണ്ടത്? ഇവിടെ ഓപ്ഷൻ ബി ബ്ലറും ഒപ്പാസിറ്റിയും. ബ്ലറിലും ഒപ്പാസിറ്റിയിലാണ് മാറ്റം വരുത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ക്രൈബസ് ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റ് ചേർത്തതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന ടെക്സ്റ്റ് രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെയാക്കാൻ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കളർ ആൻഡ് ഇഫക്റ്റ് ടാബിൽ ടെക്സ്റ്റ് കളർ ബ്ലൂ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൻസർ അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈ സെലക്ട് ചെയ്യുക. ഇൻ്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനമാക്കി ഒരു ലേഖനം തയ്യാറാക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ വിവരങ്ങൾ ശേഖരിച്ച സൈറ്റുകളുടെ അവലംബങ്ങൾ ലേഖനത്തിൽ പരാമർശിക്കുക. അതുപോലെ തന്നെ ഓപ്ഷൻ സി പുനരുപയോഗിക്കുന്നതിന് അനുമതി നൽകുന്നവ മാത്രം ഉപയോഗിക്കുക. നെക്സ്റ്റ്, മനുഷ്യമുഖം തിരിച്ചറിഞ്ഞ് തനിയെ തുറക്കുന്ന വാതിൽ പോലെയുള്ള സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക.
AR സെൻസറും കമ്പ്യൂട്ടർ വിഷനും. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ ബി 0 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ വ്യത്യസ്ത വരികളിൽ പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ സി, ഐ എന്ന ചരത്തിൻ്റെ വില, ഇവിടെ ഐ എന്ന ചരത്തിൻ്റെ വില 2 വീതം കൂടുന്നു. ഇവിടെ ഐ എന്ന ചരത്തിൻ്റെ വില 2 വീതം കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൽകിയിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകൾ വെബ് പേജിൽ ഉൾപ്പെടുത്തുമ്പോൾ ചുവടെ തന്നിട്ടുള്ള ഏതെല്ലാം പ്രത്യേകതകളാണ് വെബ് പേജിന് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി, പാരഗ്രാഫിലെ ടെക്സ്റ്റിന് യെല്ലോ നിറം ലഭിക്കുന്നു. ഇതാണ് പാരഗ്രാഫ്, ഇതിലെ ടെക്സ്റ്റിന് യെല്ലോ നിറം ലഭിക്കുന്നു. അതുപോലെ തന്നെ തലക്കെട്ടിന് റെഡ് നിറം ലഭിക്കുന്നു. തലക്കെട്ട് എന്ന് പറയുന്നത് ഇവിടെ ഹെഡിങ് ആണ്. അതിൻ്റെ തലക്കെട്ടിൻ്റെ നിറം റെഡ് ആണെന്നും മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കൂ. ഒബ്ജക്റ്റ് കോഡ് ലഭ്യമാക്കും. ഏത് സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ചെയ്യാം. നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് ഈ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ഈ സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി ടെസ്റ്റ് വെയറിനു പകരം ട്രയൽ വെയർ എന്നും ഷെയർ വെയർ എന്നും പറയപ്പെടുന്നു. ഇവിടെ ടെസ്റ്റ് വെയർ ആണ് പറയുന്നത്. ഇതിന് പകരം ട്രയൽ വെയർ ആയാലും ഷെയർ വെയർ ആയാലും ശരിയാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുന്ന ഒരു പോസ്റ്ററിന് ചിത്രത്തിലേതുപോലെ ഒന്നിലധികം നിറങ്ങൾ ലയിപ്പിച്ചു ചേർത്ത ഒരു പശ്ചാത്തല നിറം നൽകണം. ഇതിനുള്ള ടൂൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ്. അടുത്തത്, പരസ്പര ബന്ധമുള്ള വിവരങ്ങൾ ചിട്ടയോടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പട്ടികകളുടെ സഞ്ചയത്തിന് പറയുന്ന പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡാറ്റാബേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന പട്ടികയിൽ കാണുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSൽ ഒരു ടേബിൾ തയ്യാറാക്കുന്നതിന് കൺട്രി ID എന്ന ഫീൽഡിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ടെക്സ്റ്റ് എന്ന ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൈത്തൺ പ്രോഗ്രാമിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് മൊഡ്യൂളാണ് ടർട്ടിൽ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടാത്ത ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ഇൻപുട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൈത്തൺ ലിസ്റ്റ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ചിത്രം 1 തന്നിരിക്കുന്നു. ഈ ഔട്ട്പുട്ട് ലഭ്യമാകാൻ പ്രോഗ്രാമിൽ, അതായത് ചിത്രം 2 വിട്ടുപോയ ഭാഗത്ത് വരേണ്ട നിർദ്ദേശം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഫ്രൂട്ട്സ് സമം ബ്രാക്കറ്റ് ഓപ്പൺ ആപ്പിൾ,
ഇതെല്ലാം ഡബിൾ കൊട്ടേഷനിലായിരിക്കണം. ബനാന ഡബിൾ കൊട്ടേഷൻ, ഓറഞ്ച്, അതിനുശേഷം ക്ലോസ് ബ്രാക്കറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും കുട്ടികൾ നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.